ഹലോ മക്കളെ, 1 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് 16 മുതലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദ LCM ഓഫ് 4, 6, 10 4, 6, 10 എന്നിവയുടെ ലസാഗു കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട് നമ്മളടുത്ത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? 4, 6, 10 ഈ നമ്പേഴ്സിന്റെ LCM ആണ് നമുക്ക് കണ്ടുപിടിക്കണേ. തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിൽ ഏതാ വലുത് കിടക്കുന്നത്? 10 ആണ് കിടക്കുന്നത്. ഈ 10നെ മറ്റ് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. 10നെ 6 പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? റിമൈൻഡറോ ശിഷ്ടോ ഒന്നും ഇല്ലാതെ 10നെ 6 കൊണ്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റേ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കണം. 10ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 20. 10ന്റെ അടുത്ത ഗുണിതം 20. 20നെ 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ 20നെ 4 കൊണ്ട് പറ്റും. അതുകൊണ്ട് കാര്യമില്ല. മറ്റെല്ലാ നമ്പേഴ്സ് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എടുക്കാൻ പറ്റുള്ളൂ. 20നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 20 അല്ല. പിന്നെ അടുത്ത മൾട്ടിപ്പിൾ 30. 30നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 30ഉം അല്ല. അടുത്ത മൾട്ടിപ്പിൾ 10, 20, 30, 40. 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 40നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. ഇതുമല്ല. അടുത്തത് 50. 50നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 50നെ 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത മൾട്ടിപ്പിൾ 60. 60നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 60നെ 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 60 ആയിരിക്കും അതിന്റെ LCM എന്ന് പറയുന്നത്. ഇവിടെ ലസാഗു എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 60. തന്നിരിക്കുന്ന നമ്പേഴ്സിലെ ഏറ്റവും വലിയ നമ്പർ സെലക്ട് ചെയ്യുക. ആ നമ്പറിനെ മറ്റു നമ്പേഴ്സ് കൊണ്ട് പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും അതിന്റെ LCM. പറ്റുന്നില്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് എടുത്തു നോക്കുക, ഗുണിതങ്ങൾ എടുത്തു നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ HCF ഓഫ് 3, 5, 11 3, 5, 11 എന്നിവയുടെ ഉസാഗ കാണാം. മക്കളെ, ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? 3, 5, 11 ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യകളുടെ ഉസാഗ HCF എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അഭാജ്യ സംഖ്യകളുടെ പ്രൈം നമ്പേഴ്സിന്റെ HCF ഉസാഗ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഇവിടെ ആൻസർ ഓപ്ഷൻ സി 1. HCF ഓഫ് 2/3, 5/9, 10/4 2/3, 5/9, 10/4 എന്നിവയുടെ ഉസാഗ കണ്ടുപിടിക്കുക. ഇവിടെ ഫ്രാക്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഭിന്നസംഖ്യകളുടെ ഉസാഗ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഫ്രാക്ഷൻസിന്റെ ഉസാഗ എങ്ങനെ കണ്ടുപിടിക്കുക? 2/3, 5/9, 10/4 ഇതിന്റെ ഫ്രാക്ഷൻസിന്റെ ഭിന്നസംഖ്യകളുടെ HCF ആണ്, ഉസാഗയാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മേലുള്ള നമ്പേഴ്സ് ആദ്യം എഴുതാം. 2, 5, 10. താഴെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? 3, 9, 4. HCF ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ആ മേളിലുള്ള നമ്പേഴ്സിന്റെ HCFും താഴെയുള്ള നമ്പേഴ്സിന്റെ LCMും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രാക്ഷൻസിന്റെ HCF ആണ് ചോദിക്കുന്നതെങ്കിൽ മേളിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ HCFും താഴെയുള്ള നമ്പേഴ്സിന്റെ LCMും കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ മേളിൽ തന്നത് 2, 5, 10 ആണ് അതിന്റെ HCF. 3, 9, 4 അതിന്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ കണ്ടുപിടിക്കുക? 2, 5, 10 2, 5, 10 ഇതിന്റെ HCF കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ 2, 5 ഈ 3 എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 2 എണ്ണം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ HCF എന്തായിരിക്കും? അതിന്റെ HCF 1 ആയിരിക്കും. അപ്പൊ 1 മേളിൽ ഓപ്ഷൻ വരുന്ന 1 ഇതാ എയും കിടക്കുന്നുണ്ട്, സിയും കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 1 വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോ 1/ അടുത്തത് 3, 9, 4 3, 9, 4 ഇതിന്റെ LCM ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടത്. LCM എങ്ങനെ കണ്ടുപിടിക്കുക? തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പർ സെലക്ട് ചെയ്യുക. വലിയ നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. ഈ 9നെ മറ്റ് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. 9നെ 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. പക്ഷേ 9നെ 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 9 അല്ല LCM. അപ്പൊ എന്ത് ചെയ്യണം? 9ന്റെ അടുത്ത ഗുണിതങ്ങൾ മൾട്ടിപ്പിൾ എടുക്കണം. 9ന്റെ അടുത്ത ഗുണിതം ഏതാ? മൾട്ടിപ്പിൾ ഏതാ? 18. 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 18നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 18 അല്ല LCM. അപ്പൊ 9ന്റെ അടുത്ത മൾട്ടിപ്പിൾ 27. 27. 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 27നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അടുത്ത മൾട്ടിപ്പിൾ 36. 36. 36നെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 36നെ 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ LCM എന്ന് പറയുന്നത് എത്രയായിരിക്കും? 36. അപ്പോൾ 1/36. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കിടക്കുന്നില്ലേ? ഓപ്ഷൻ സി
1/36. ഭിന്നസംഖ്യകളുടെ ഫ്രാക്ഷൻസിന്റെ HCF കാണാൻ പറഞ്ഞാൽ ന്യൂമറേറ്റേഴ്സിന്റെ HCFും ബൈ ഡിനോമിനേറ്റേഴ്സിന്റെ LCMും, അംശവും ഛേദവുമായി കിടക്കുന്നുണ്ടാവും. അംശങ്ങളുടെ HCFും കാണണം, താഴെയുള്ള ഛേദങ്ങളുടെ LCMും കാണണം. ഇനി നിങ്ങളോട് ഭിന്നസംഖ്യകളുടെ ഫ്രാക്ഷൻസിന്റെ LCM ആണ് ചോദിക്കുന്നതെങ്കിൽ, ലസാഗു ആണ് ചോദിക്കുന്നതെങ്കിൽ മേലുള്ള നമ്പേഴ്സ് ന്യൂമറേറ്റേഴ്സിന്റെ LCMും ഡിനോമിനേറ്റേഴ്സിന്റെ HCFും കാണണം. അംശങ്ങളുടെ LCMും ഡിനോമിനേറ്ററിന്റെ HCFും. ഇത് രണ്ടും കൂടെ പഠിക്കുന്നത് മേളിലത്തെ മാത്രം പഠിച്ചാൽ മതി. HCF ആണ് കാണണ്ടെങ്കിൽ മേലുള്ള നമ്പേഴ്സിന്റെ HCF, താഴെയുള്ളതിന്റെ LCM ആയിരിക്കും. LCM ആണ് കാണണമെങ്കിൽ മേലുള്ള നമ്പേഴ്സിന്റെ LCM, താഴെപ്പതിന്റെ ഓപ്പോസിറ്റ് HCF ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Product of two numbers is 150. Their LCM is 30. Find HCF. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 150 ആണ്. അവയുടെ ലസാഗു 30 എങ്കിൽ അവയുടെ ഉസാഗ എന്ത്? ഇതിന് നമുക്കൊരു കാര്യം പറയണം. രണ്ട് നമ്പേഴ്സ് എക്സും വൈ ആണെന്ന് കരുതിക്കോളൂ. രണ്ട് നമ്പേഴ്സ് എക്സ് വൈ എന്നാണ് കരുതിക്കോളൂ. ഈ എക്സും വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും ഈ എക്സിൻ്റെയും വൈൻ്റെയും LCMും HCFും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും ആ രണ്ട് നമ്പേഴ്സിന്റെ LCMും ആ രണ്ട് നമ്പേഴ്സിന്റെ HCFും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ പ്രൊഡക്റ്റ് ഗുണനഫലം 150 ആണെന്ന് തന്നിട്ടുണ്ട്. 150. പിന്നെ എന്താ തന്നിട്ടുള്ളത്? അതിന്റെ LCM 30 ആണ്. ഈ 150 ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം അതിന്റെ LCMന്റെയും HCFന്റെയും പ്രൊഡക്റ്റിന്, അതിന്റെ ഗുണനത്തിന് ഈക്വൽ ആയിരിക്കും ആണല്ലോ. അപ്പൊ ഈ 150 ഈസ് ഈക്വൽ ടു LCM എന്ന് പറയുന്നത് അവിടെ 30 ആണെന്ന് തന്നിട്ടുണ്ട്. 30 ഇൻറ്റു HCF. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? HCF. 30 ഇൻറ്റു HCF. ഇവിടെ HCF അല്ലേ കണ്ടുപിടിക്കേണ്ടേ? ഇൻറ്റു 30 ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഗുണനം 30 സമത്തിന്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഹരണമാവും. 150/30 ആയിരിക്കും HCF എന്ന് പറയുന്നത്. 150/30 എത്രയാ? 0 8 0 8 3 3 1 15 3 5 തവണ. അപ്പൊ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? HCF നമുക്ക് 5 എന്ന് കിട്ടി. ഓപ്ഷൻ ഇല്ലേ? ഓപ്ഷൻ B 5. നമുക്ക് ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും അത് രണ്ടും കൂടെ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരവും ആ രണ്ട് നമ്പേഴ്സിന്റെ LCMും HCFും ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരവും ഒരേതായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the ratio of two numbers is 3:5, their LCM is 150. What is smaller number? രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:5. അവയുടെ ലസാഗു 150 എങ്കിൽ അവയിലെ ചെറിയ സംഖ്യ ഏത്? ഇവിടെ രണ്ട് സംഖ്യകളുടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 3:5. പിന്നെ തന്നത് എന്താ? അതിന്റെ LCM, അതിന്റെ ലസാഗു തന്നിട്ടുണ്ട് 150. ഇങ്ങനെ തന്നു, നമ്പേഴ്സ് തന്നു, LCM തന്നു, ആ നമ്പേഴ്സിന്റെ റേഷ്യോ തന്നു. എന്നിട്ട് നമ്പേഴ്സ് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കുക? LCMനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 150നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു നമ്പർ കിട്ടും. 150നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മറ്റേ നമ്പർ കിട്ടും. 150/3 150/5 ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സ് കിട്ടും. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, ആ രണ്ട് നമ്പേഴ്സിന്റെ LCM തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് അതിന്റെ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? LCMനെ റേഷ്യോസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇവിടെ 150നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 50 എന്ന ആൻസറും 150നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 എന്നും ഉത്തരം കിട്ടും. അപ്പൊ 50 30 ആണ് ആ നമ്പേഴ്സ്, സംഖ്യകൾ എന്ന് പറയുന്നത് 50 30 ആണ്. പക്ഷെ നമ്മളുടെ ചോദ്യം എന്താണ്? അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ്. ചെറിയ സംഖ്യ 50 30 ചെറിയ സംഖ്യ ഏതാണ്? ഓപ്ഷൻ B 30. പക്ഷെ നിങ്ങൾ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് രണ്ടും ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതിൽ 3:5 ഈ LCMനെ ഡിവൈഡ് ചെയ്യണ്ടേ? ഇതിൽ 150നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണോ ചെറിയ നമ്പർ കിട്ടുക? 150നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണോ ചെറിയ നമ്പർ കിട്ടുക? ഒരു സംഖ്യയെ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ചെറിയ ഉത്തരം കിട്ടുക. അപ്പോൾ 150നെ 5 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്താൽ മതി. നമുക്കവിടെ സമയം ലാഭിക്കാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ B 30. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If 7869x is a 5-digit number which exactly divisible by 11,
വാട്ട് ഈസ് ദ ഡിജിറ്റ് എക്സ്? 7, 8, 6, 9 എക്സ് എന്ന അഞ്ചക്ക സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാമെങ്കിൽ എക്സിന്റെ വില എന്ത് എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഒരു നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും എന്ന് അറിയണം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പേഴ്സ് അതുപോലെ എടുത്ത് എഴുതാം. 7, 8, 6, 9 എക്സ് ഇതാണ് ആ നമ്പേഴ്സ്. എന്നിട്ട് ഒന്നിടവിട്ട നമ്പേഴ്സ് മാർക്ക് ചെയ്യുക. ഒന്നിടവിട്ട നമ്പേഴ്സ് ഏതൊക്കെയാ? 7-ൽ നിന്ന് 6-ലേക്ക് ഒന്നിടവിട്ട്, 6 കഴിഞ്ഞ് ഒന്നിടവിട്ട് അവിടെ നിന്ന് ആരാളുള്ളത്? എക്സ്. പിന്നെ ഇവിടെ 8 ഒന്നിടവിട്ട് 9. ഇതിന്റെ സം തുക കാണുക. 7 + 6 + എക്സ് 8 + 9. ഈ നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന്റെ സമ്മും ഇതിന്റെ സമ്മിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 11 ആയിരിക്കും. ഒരു നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കണമെങ്കിൽ ഒന്നിടവിട്ട നമ്പേഴ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ്, ഒന്നിടവിട്ട സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11 ആയിരിക്കണം. ഇവിടെ 8ഉം 9ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 17 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ തുകയുടെയും വ്യത്യാസം 0 ആവണമെങ്കിൽ എന്തായി മാറണത്? ഈ തുകയുടെയും വ്യത്യാസം 0 ആവണമെങ്കിൽ ഇത് രണ്ടും ഒരേ സംഖ്യ ആയിരിക്കണം. ഇതും 17 ആയിരിക്കണം, ഇതും 17 ആയിരിക്കണം. എന്നാലല്ലേ 17 - 17 0 കിട്ടുക. അപ്പോൾ 7 + 6 + 9 എന്ന് പറയുന്നത് 7 + 6 + 9 അല്ല, എക്സ് എന്ന് പറയണത് 17 എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഈ 17 എന്ന് വന്നത് എങ്ങനെയാണ്? 8 + 9 കിട്ടുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരത്തുള്ളൂ. അപ്പൊ 7 + 6 എത്രയാ? 13 + എക്സ് എന്ന് പറയുന്നതും 8ഉം 9ഉം കൂടി 17. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. 13നോട് എന്ത് കൂട്ടിയാലായിരിക്കും 17 കിട്ടുക? 13നോട് ഏത് ചെറിയ സംഖ്യ, ഈ ഓപ്ഷനിലെ ഏത് ചെറിയ സംഖ്യ കൂട്ടിയാലാണ് 17 കിട്ടുക നോക്കുക. 13നോട് 4 കൂട്ടുമ്പോഴാണ് 17 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മേളിലും താഴെയും 17 വരുമ്പോൾ 0 വരണമെങ്കിൽ എക്സ് എന്തായിരിക്കണം? 4 ആയിരിക്കണം. 4 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി 4. ഇതായിരിക്കും ആൻസർ വരിക. ഒരു നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്നിടവിട്ട നമ്പേഴ്സ് കൂട്ടി നോക്കുക. അതിന്റെ കൂട്ടി നോക്കുന്നതിന്റെ ഡിഫറൻസ്, സമ്മിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11 ആയിരിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A number when divided by 625 leaves remainder 280. What is the remainder if the number is divided by 125? ഒരു സംഖ്യയെ 625 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 280 കിട്ടി. അതേ സംഖ്യയെ 125 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല? ഒരു സംഖ്യയെ 625 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 125 125 കിട്ടി. ഇത് ഏതാ സംഖ്യ നമുക്ക് അറിയത്തില്ല. അതേ സംഖ്യയെ എന്തുകൊണ്ട് 125 അല്ല, സോറി, ഒരു സംഖ്യയെ 625 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം റിമൈൻഡർ 280 കിട്ടി, 280 കിട്ടി. ഇതേ സംഖ്യ, ഇത് ഏത് സംഖ്യ നമുക്ക് അറിയില്ല. ഇതേ സംഖ്യയെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ആദ്യം വന്ന റിമൈൻഡർ ഏതാ, ആദ്യം വന്ന ശിഷ്ടം ഏതാ നോക്കുക. ഇവിടെ ആദ്യം വന്ന ശിഷ്ടം ഏതാ? 280. ആ 280നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞേ? 125 കൊണ്ട്. 280നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം വന്ന ശിഷ്ടത്തിനെ നോക്കുക. ആദ്യം വന്ന ശിഷ്ടം ആരാണ്? 280. ആ 280നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 280നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 250 2 × 125 250 0 8 5 3 30 ശിഷ്ടം വരുന്നു. 30 125 പോകില്ലല്ലോ, 30 ശിഷ്ടം വരുന്നു. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കിടക്കുന്നില്ലേ? ഇതാ ഓപ്ഷൻ സി 30. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം വന്ന ശിഷ്ടത്തിനെ നോക്കുക. 620 ഏതൊരു നമ്പറിനെ 625 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം 280 കിട്ടി. അതേ നമ്പറിനെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് റിമൈൻഡർ, എന്താണ് ശിഷ്ടം എന്നാണ് നോക്കേണ്ടത്. ഇവിടെ 280 ആണ് ആദ്യത്തെ ശിഷ്ടം. അതിനെ ആ 125 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ശിഷ്ടം 30 കിട്ടും. അതായിരിക്കും ആൻസർ വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 197x521 is divisible by 9. ഈ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് എക്സ്? എക്സിന്റെ ഏറ്റവും ചെറിയ വില. 197x521 എന്ന സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാമെങ്കിൽ എക്സിന് വരാവുന്ന ചെറിയ വില എന്ത്?
ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ ഇല്ലയോ നമ്മൾ എങ്ങനെ നോക്കുക? ആ നമ്പറിലെ അക്കങ്ങളെ ഡിജിറ്റ്സ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ പറയുക അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇവിടെ നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? നമ്പേഴ്സ് 1, 9, 7, x, 5, 5, 2, 1. 1, 9, 7, x, 5, 2, 1. ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുക. 1 പ്ലസ് 9 പ്ലസ് 7 പ്ലസ് എക്സ് പ്ലസ് 5 പ്ലസ് 2 പ്ലസ് 1. അപ്പോൾ 1, 9 കൂടെ കൂട്ടിയ 10, 10, 7, 17, 17, 2, 19, 1, 20, 5, 25 പ്ലസ് എക്സ്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടണ്ടേ? നമുക്ക് 9ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. 9ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. അത് 25 കഴിഞ്ഞാൽ വരുന്ന അടുത്ത് 9ന്റെ മൾട്ടിപ്പിൾ ഏത് മൾട്ടിപ്പിൾ അടുത്ത് കിടക്കുന്നേ? 1 9 9, 2 9 18, 3 9 27. 27 ആണ് 25നോട് അടുത്ത് കിടക്കുന്ന 9ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ 25നോട് എന്ത് കൂട്ടിയാലായിരിക്കും 27 കിട്ടുക? എക്സ്. അപ്പോൾ 2 ആയിരിക്കും. ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. എക്സിന്റെ വാല്യൂ 2. ഓപ്ഷൻ സി. ഓപ്ഷൻ സി 2. അപ്പോൾ ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ നോക്കുക? അതിലെ അക്കങ്ങൾ ഡിജിറ്റ്സ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അല്ലെങ്കിൽ ആ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 371x is divisible by 6. Then what is the smallest value of x? 371x എന്ന സംഖ്യയെ 6 കൊണ്ട് ഹരിക്കാമെങ്കിൽ എക്സിന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അതിനു മുന്നേ നമുക്ക് ആദ്യം ഒരു നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന്, പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെ നോക്കുക നമുക്ക് അറിയണം. ഒരു നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ നമ്പറിനെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ആ ഒരു നമ്പറിനെ 2 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, ആ നമ്പറിനെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഈ 2 കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ആ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇവിടെ ഏതാ നമ്പേഴ്സ് വരുന്നത്? 3 7 1 എക്സ്. ഈ നമ്പറിനാണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഈവൻ നമ്പർ ആയിരിക്കണം, ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇവിടെ വരുന്നത് ഒരു ഇരട്ട സംഖ്യ, ഈവൻ നമ്പർ ആയില്ലേ? അപ്പൊ ഇത് ഈ ഓപ്ഷനിൽ വരാൻ ചാൻസ് ഇല്ലാത്തത് ഏതാ? 1ഉം വരത്തില്ല, 3ഉം വരില്ല. ഏതൊക്കെ വരാത്തത്? 1ഉം വരത്തില്ല, 3 വരത്തില്ല. ഈ 2 നമ്പേഴ്സ് എന്തായാലും ഈ എക്സിന്റെ പ്ലേസിൽ വരത്തില്ല. കാരണം എന്താ? ഇതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതൊരു ഈവൻ നമ്പർ ആയിരിക്കണം, ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം. അപ്പോൾ 1ഉം 3ഉം ഈ അറ്റത്ത് എന്തായാലും വരത്തില്ല, വൺസിന്റെ പ്ലേസിൽ എന്തായാലും വരത്തില്ല. പിന്നെയുള്ള ഓപ്ഷൻ 4ഉം 6ഉം ആണ്. നമുക്ക് നോക്കാം. ഇതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ എക്സിന്റെ പ്ലേസിൽ 4 വന്നാലും നമുക്ക് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എക്സിന്റെ പ്ലേസിൽ 6 വന്നാലും അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? ആ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? അതിലെ ഡിജിറ്റ്സ് എല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്ന ഉത്തരം 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. നമുക്ക് നോക്കാം. 3 പ്ലസ് 7 പ്ലസ് 1 പ്ലസ് എക്സ്. 7 3 10 11 പ്ലസ് എക്സ്. 11 കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന 3ന്റെ മൾട്ടിപ്പിൾ 12 ആണ്. അപ്പൊ 12ലേക്ക് ഇതിപ്പോ 12 ആണെന്ന് വിചാരിക്കുക. 12 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 11നോട് 1 കൂട്ടുമ്പോഴല്ലേ 12. അപ്പൊ എക്സിന്റെ വില 1 എന്ന് വരില്ലേ? 1 വരുമോ? 1 നമുക്ക് വരില്ല, നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതാണ്. അപ്പൊ 1 അവിടെ വരില്ല. പിന്നെ ഏതാ വരിക? പിന്നെ 12 കഴിഞ്ഞാൽ വരുന്ന 3ന്റെ മൾട്ടിപ്പിൾ ഏതാ? 15 ആണ് 3ന്റെ മൾട്ടിപ്പിൾ വരുന്നത്. 12 കഴിഞ്ഞാൽ വരുന്ന ഗുണിതം എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ 11നോട് എന്ത് കൂട്ടിയാലാ 15 വരിക? 11നോട് 4 കൂട്ടിയാൽ 15 വരും. അങ്ങനെ ഒരു ഓപ്ഷൻ കിടക്കുന്നില്ലേ? ഏതാ? ഓപ്ഷൻ എ 4. അപ്പോൾ ഒരു നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. Which of the following is divisible by 11? താഴെ കൊടുത്തതിൽ ഏതാണ് 11 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത്? അപ്പോൾ 11 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. 6 7 4 4 8 1 5. ഇത് ആദ്യം നമ്പർ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നിടവിട്ട നമ്പേഴ്സ് മാർക്ക് ചെയ്യണം. 6 കഴിഞ്ഞാൽ ഒന്നിടവിട്ട് ആരുള്ളത്? 4. 4 കഴിഞ്ഞാൽ ഒന്നിടവിട്ട് 8. 8 കഴിഞ്ഞാൽ ഒന്നിടവിട്ട് 5. പിന്നെ അവിടെ ആരുമില്ല. പിന്നെ ഇവിടെ 7 കഴിഞ്ഞാൽ ഒന്നിടവിട്ട് 4. 4 കഴിഞ്ഞാൽ ഒന്നിടവിട്ട് 1. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി ഇതിൽ ഈ ഒന്നിടവിട്ട നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, കൂട്ടി വെക്കുക. 6 പ്ലസ് 4 പ്ലസ് 8 പ്ലസ് 6 പ്ലസ് 4 പ്ലസ് 8 പ്ലസ് 5.
അതുപോലെ 7 + 4 + 1 ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ എന്താ ആൻസർ വരുന്നത്? 6ഉം 4ഉം 10ഉം 8ഉം 18ഉം 5ഉം 23 എന്ന് വരുന്നുണ്ട്. 7ഉം 4ഉം 7ഉം 3ഉം 10ഉം 2ഉം 12 എന്നും വരുന്നുണ്ട്. അപ്പോ ഈ ഒന്നിടവിട്ട നമ്പേഴ്സിന്റെ സം തുക കിട്ടി 23ഉം 12ഉം. ഇനി ഇതിന്റെ ഡിഫറൻസ് നോക്കാം, വ്യത്യാസം നോക്കാം. 23 - 12. 23 - 12 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 23 - 12 ചെയ്യുമ്പോൾ 11. ഒരു നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലെ ഒന്നിടവിട്ട നമ്പേഴ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. അപ്പൊ ഇവിടെ 11 ആണ് അതിന്റെ ഡിഫറൻസ് വന്നത്. അപ്പൊ ഈ നമ്പറിനെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the number of zeros at the end of 2⁴ into 5⁵3. 2⁴ into 5⁵3 എന്നതിന്റെ അവസാനം എത്ര പൂജ്യം ഉണ്ട് എന്നാണ് ചോദ്യം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ 2ന്റെയും 5ന്റെയും എത്ര പെയേഴ്സ്, എത്ര കൂട്ടങ്ങൾ, എത്ര 2ഉം 5ഉം ഒരുമിച്ച് എടുക്കാൻ പറ്റും എന്ന് നോക്കിയാൽ മതി. ഇവിടെ 4 2 ഉണ്ട്, ഇവിടെ 3 5 ഉള്ളത്. അങ്ങനെ 2ന്റെ 5ന്റെ എത്ര പേരിന് എടുക്കാൻ പറ്റും? 3 എണ്ണല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എക്സ്ട്രാ ഒരു 2 അവിടെ കിടക്കുന്നതല്ലേ. 2 × 2 × 2 2 4 2ഉം ഇൻറ്റു 5 × 5 × 5 3 5ഉം ആണുള്ളത്. എത്ര പേരെടുക്കാൻ പറ്റും ഇവിടെ? ഇതിനെ ഇവിടുന്ന് ഒരു 2 എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 5, ഇത് ഒരു പേരായി. ഇവിടുന്ന് ഒരു 2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 5, രണ്ടാമത്തെ പേരായി. ഇവിടെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 5. അങ്ങനെ 3 പേരാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ എത്ര എണ്ണം എടുക്കാൻ പറ്റും? 3 എണ്ണമാണ് എടുക്കാൻ പറ്റും. അപ്പൊ 3 zeros ആയിരിക്കും അതിന്റെ എൻഡിൽ ഉണ്ടാവുന്നത്. ഓപ്ഷൻ ബി 3. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ 2ന്റെയും 5ന്റെയും എത്ര പേർ എടുക്കാൻ പറ്റും എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the number of zeros at the end of 2 × 2 × 2 × 2 × 2 × 5 × 5. 2 × 2 × 2 × 2 × 2 × 5 × 5 എന്നതിന്റെ അവസാനം എത്ര പൂജ്യമുണ്ട്? ഇവിടെ എന്താ ചെയ്യണ്ടേ? 2ന്റെയും 5ന്റെയും എത്ര പെയർ എടുക്കാൻ പറ്റും എന്ന് നോക്കിയാൽ മതി. ഇവിടെ 2 5 കിടക്കുന്നത്. 5 × 5 2 5, ബാക്കിയൊക്കെ 2 ആണ് കിടക്കുന്നത്. അപ്പൊ എത്ര പേരെടുക്കാൻ പറ്റും? ഇതാ ഇവിടെ ഒരു പേരെടുക്കാൻ പറ്റും, പിന്നെ ഇതാ ഇവിടെ ഈ 2 പേര്. അപ്പൊ എത്ര പേരെടുക്കാൻ പറ്റും? 2 കൂട്ടങ്ങൾ, 2 പേരെടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ അവസാനം എത്ര പൂജ്യം ഉണ്ടായിരിക്കും? 2 പൂജ്യം ഉണ്ടായിരിക്കും. അപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എന്താ ചെയ്യേണ്ടത്? 2ന്റെയും 5ന്റെയും എത്ര പേരെടുക്കാൻ പറ്റും എന്ന് നോക്കിയാൽ മതി. അടുത്തത്, find the number of zeros at the end of 2⁻21 into 25⁻10. 2⁻21 into 25⁻10. ഈ അവസാനം എത്ര പൂജ്യങ്ങൾ? 2⁻21 into 25⁻10 എന്നതിന്റെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടെന്ന് എന്ന ചോദ്യത്തില് എന്ത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞ് 2ന്റെയും 5ന്റെയും പെയേഴ്സ് നോക്കണമെന്ന് പറഞ്ഞേ. ഇവിടെ 2 കിടക്കുന്നുണ്ട്, 5 ഇല്ല, 25 ആണ്. അപ്പൊ 25ന് നമുക്ക് 25നെ 5² എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഞാനത് മാറ്റി 2⁻21 into 25ന് പകരം 5² എന്നെഴുതി. ഇങ്ങനെ എഴുതി. ഇപ്പോ ഒരു നമ്പറിന്റെ പവറിന്റെ മേളിൽ പവർ വന്നാൽ എന്താ ചെയ്യുക? പവറിന്റെ മേളിൽ പവർ വന്നാൽ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 5⁻2 × 10 എന്നുള്ളത് 20 എന്ന് വരും. ഇപ്പൊ ഇവിടെ എന്താ? 2 21 എണ്ണവും 5 20 എണ്ണവും കിട്ടി. അപ്പൊ 2ന്റെയും 5ന്റെയും എത്ര പേർ എടുക്കാൻ പറ്റും? 2 21 എണ്ണം ഉണ്ട്, 5 20 എണ്ണം ഉണ്ട്. അപ്പൊ എത്ര എണ്ണം എടുക്കാൻ പറ്റും? 20 എണ്ണല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഒരു 2 എക്സ്ട്രാ അവിടെ കിടക്കുന്നുള്ളൂ. പക്ഷെ ഒപ്പം 2നും 5നും ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നത് 20നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 20 zeros എന്നായിരിക്കും ആൻസർ വരിക. ദ ഓപ്ഷൻ സി 20. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the numbers of zeros at the end of 1 × 2 × 3 × 4 × 5 × etc. × 25. 1 × 2 × 3 × 4 × 5 × etc. × 25 എന്നതിന്റെ അവസാനം എത്ര പൂജ്യം ഉണ്ട് എന്നാണ് ചോദ്യം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. 2ന്റെയും 5ന്റെയും എത്ര പെയേഴ്സ്, എത്ര കൂട്ടങ്ങൾ ഉണ്ട് നോക്കണം. പക്ഷെ ഇതിൽ 2ന്റെ എണ്ണം എടുക്കാൻ നോക്കുമ്പോൾ ഒരുപാട് ഉണ്ടായിരിക്കും. 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം, 6നെ 3 × 2 എന്ന് എഴുതാം, അതുപോലെ 8നെ 2 × 2 × 2 ഇങ്ങനെ എഴുതാം. അപ്പൊ 2ന് ഒരുപാട് എണ്ണം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് 2ന്റെ എണ്ണം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? 5ന്റെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ 5ന്റെ മൾട്ടിപ്ലൈ വരുന്ന നമ്പേഴ്സ്, 5 ഫാക്ടർ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ നോക്കുക. 5 വരും, പിന്നെ 10, 15, 5, 10, 15, 20, 25 ഇത്രയും നമ്പേഴ്സ് ആയിരിക്കും 5ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 5 എന്ന് എഴുതാം 5നെ.
10 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 എന്ന് എഴുതാം. 15 എങ്ങനെ എഴുതാം? 3 × 5 എന്ന് എഴുതാം. 20 എങ്ങനെ എഴുതാം? 4 × 5 എന്ന് എഴുതാം. 25 നമുക്ക് 5 × 5 എന്ന് എഴുതാം. അപ്പൊ ഇതിൽ ടോട്ടൽ എത്ര 5 ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒരു 5, ഇവിടെ ഒരു 5, ഇവിടെ ഒരു 5, ഇവിടെ ഒരു 5, ഇവിടെ 2 5. അങ്ങനെ ആകെ എത്ര 5 ഉണ്ട്? 6 അഞ്ചുകളാണ് ഉള്ളത്. 1 2 3 4 5 6. അപ്പൊ ഇതിന്റെ ലാസ്റ്റിൽ 6 പൂജ്യങ്ങളുണ്ട്, 6 zeros ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേറൊരു വഴി എന്താന്ന് വെച്ചാൽ 25നെ 5 കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ 25ൽ 5 എത്ര തവണ? 5 തവണ. 5ൽ 5 എത്ര തവണ? 5ൽ 5 ഒരു തവണ. 5 കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. 25ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 5, 5ന് 5 കൊണ്ട് ചെയ്യുന്ന സമയത്ത് 1. ഇനി ചെയ്യേണ്ടത് ഈ 25ന്റെ താഴെ വരുന്ന ഈ നമ്പേഴ്സ് നോക്കുക. ഇത് ഏതൊക്കെയാ? 5ഉം 1ഉം. ഈ നമ്പേഴ്സ് അല്ല, ഈ നമ്പേഴ്സ് 5 + 1 ആകെ എത്ര എണ്ണം? 6 എണ്ണം. അപ്പൊ 6 zeros. ഇങ്ങനെയും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ നോക്കിയിട്ട് അതിൽ എത്ര 5 വരുന്നുണ്ട് നോക്കിയിട്ട് ഇങ്ങനെയും കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എത്ര zeros ആണ്? 6 zeros. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് zeros in the product of first 10 natural numbers. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ അവസാനം എത്ര പൂജ്യങ്ങളുണ്ട്? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എന്താ? 1 × 2 × 3 × 4 × 5 × 6 × 7 × 8 × 9 × 10. ഇതാണ് ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകൾ. ഇതിൽ 2 നോക്കുമ്പോൾ ഇതിലും 2 ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 5ന്റെ നോക്കണം. 5ന്റെ മൾട്ടിപ്ലൈ വരുന്ന നമ്പേഴ്സ് 1. ഈ 5ന് നമുക്ക് 1 × 5 എന്ന് എഴുതാം. പിന്നെ വരുന്നത് 10. ഇതിന് നമുക്ക് 2 × 5 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര 5 വരുന്നുണ്ട്? ടോട്ടൽ 2 5 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 2 zeros എന്ന് പറയാൻ പറ്റും. ഇതല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങനെ ചെയ്യാം? നമുക്ക് ആ 10 വരെ ലാസ്റ്റ് വരുന്ന നമ്പർ എത്ര? 10. ആ 10നെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 10ൽ 5 കൊണ്ട് മാത്രമേ ചെയ്യാവൂ. 10ൽ 5 2 തവണ. ഈ 2നെ പിന്നെ നമുക്ക് 5 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ താഴെ വരുന്ന ഈ നമ്പർ എത്ര വരുന്നത്? 2 zeros. അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.